പ്രണയവും വിവാഹവും മാത്രമല്ല, ഇപ്പോൾ പുറത്തുവരുന്ന തേപ്പുകഥകളും ചില്ലറയല്ല. സ്വകാര്യത പബ്ലിക്കാക്കുന്നത് ഇന്ന് യുവതലമുറയുടെ ഒരു ആഡംബരമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ നാടിന് ഇതെന്തുപറ്റി? സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്പരം അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ലൈവ് വീഡിയോകളും ടിക്ടോക്ക് വീഡിയോകളുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെയും സൈബർ ലോകത്തെയും സംസാര വിഷയം. അതിരുകടക്കുന്ന ഇത്തരം പ്രവണത കലുഷിതമായ സാമൂഹിക അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ സഭ്യതയും മാന്യതയും പുലർത്തുക തന്നെ വേണം. ഈ വർഷത്തെ ആദ്യ തേപ്പുകഥ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. നിതിൻ കിഷോർ എന്ന യുവാവാണ് ഇരയായിരിക്കുന്നത്. 2 വർഷം സ്നേഹിച്ച് കല്യാണ നിശ്ചയവും കഴിഞ്ഞ ശേഷമാണ് മാളവിക എന്ന പെൺകുട്ടി മറ്റൊരു കാമുകനൊപ്പം ഒളിച്ചോടിയത്. കഴിഞ്ഞ സെപ്റ്റംബറിനാണ് മാളവികയുടെയും നിതിന്റെയും വിവാഹ നിശ്ചയം നടന്നത്. ജനുവരി 27-നായിരുന്നു ഇരുവരുടെയും വിവാഹം നടക്കാനിരുന്നത്. ബാലേട്ടന്റെ മോളലേടി, നീ എന്നെ തേച്ചിട്ട് പോയതല്ലേ എന്നാണ് നിതിൻ വീഡിയോയിൽ പാടുന്നത്. വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ടിക്ടോക്കിലൂടെ പുറത്തുവരുന്ന തേപ്പുകഥകൾ ചെറുതൊന്നുമല്ല. ഇത്തരത്തിൽ 9 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹ നിശ്ചയവും കഴിഞ്ഞ് മറ്റൊരുത്തന്റെ കൂടെ യുവതി ഇറങ്ങിപ്പോയ സംഭവവും ഏറെ വാർത്തയായിരുന്നു. 9 വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു യുവാവും യുവതിയും വിവാഹിതരാകാൻ തീരുമാനിച്ചത്. ബന്ധുക്കൾ കൂടി പച്ചക്കൊടി കാണിച്ചതോടെ വിവാഹ ആഘോഷങ്ങളായി. വിവാഹത്തിന് മാസങ്ങൾക്ക് മുമ്പ് ടിക്ടോക്കിലൂടെ പരിചയപ്പെട്ട യുവാവിനൊപ്പം യുവതി ഇറങ്ങിപ്പോവുകയായിരുന്നു. 1.5 മാസത്തെ പരിചയം മാത്രമാണ് യുവതിയും യുവാവും തമ്മിലുള്ളത്. 9 വർഷം പ്രണയിച്ച കാമുകി ഇറങ്ങിപ്പോയെങ്കിലും സങ്കടപ്പെടാതെ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് യുവാവും സുഹൃത്തുക്കളും ചെയ്തത്. ഇതിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സ്നേഹ എന്ന യുവതിയാണ് അന്ന് തേച്ചിട്ട് പോയതെന്ന് യുവാവ് പറഞ്ഞു. നമ്മൾ കണ്ടതിൽ വെച്ച് വേൾഡ് തേപ്പുകാരിയായ സ്നേഹയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് കേക്കിന്റെ പുറത്ത് എഴുതിയായിരുന്നു ആഘോഷം പൊടിപൊടിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.